ഇന്ന് നമ്മുടെ നോർവേയിലെ അവസാനത്തെ ദിവസമാണ്. ഇന്ന് നൈറ്റിൽ നമ്മൾ ബെർഗനിലാണ് താമസിക്കുന്നത്. രാവിലെ നമുക്ക് ഏർലി മോർണിംഗിൽ തന്നെ നമുക്ക് ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിലേക്ക് ഫ്ലൈറ്റ് കയറണം കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ ബസ് പാർക്ക് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് ഒരു തട്ടുകട സ്റ്റൈലിൽ കുറേ സ്ട്രീറ്റ് ഫുഡ് കണ്ടപ്പോൾ ഈ നോർവേ സ്ട്രീറ്റ് ഫുഡൊക്കെ എങ്ങനെയാണെന്നൊന്ന് നോക്കാൻ വേണ്ടി പോയി കേട്ടോ. അപ്പോൾ ഇങ്ങനെ വൈൽഡ് മൂസ് അഥവാ വൈൽഡ് ഡിയറിൻ്റെ ഇറച്ചി കേട്ടോ, നമ്മുടെ കാട്ടുമാനിൻ്റെ ഇറച്ചിയൊക്കെ ഇങ്ങനെ കണ്ടില്ലേ, നല്ല കബാബും കട്ട്ലറ്റൊക്കെ പോലെ കബാബൊക്കെ ആക്കി ഇങ്ങനെ ഓപ്പണായിട്ട് വിൽക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാട്ടുമാൻ്റെ ഇറച്ചിയൊക്കെ കഴിക്കുന്നത് കണ്ടാൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും. ഇവിടെ ഇങ്ങനെ പബ്ലിക്കായിട്ട് സ്ട്രീറ്റ് ഫുഡായിട്ട് അത് കൊടുക്കുക കേട്ടോ. പിന്നെ അവിടെ വെച്ചിരിക്കുന്ന ക്രാബിൻ്റെയും വലിയ പ്രോൺസിൻ്റെയൊക്കെ സൈസ് കണ്ടാൽ ഭയങ്കര വലുതാണ് കേട്ടോ. നല്ല ലൈവായിട്ട് ഇങ്ങനെ അക്വേറിയത്തിലിട്ട് വെച്ച പോലെ വെള്ളത്തിലിങ്ങനെ നീന്തുന്ന ഞണ്ടുകളും വലിയ വലിയ ചെമ്മീനുകളെയൊക്കെ കണ്ടു കേട്ടോ. അതിലേതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പിക്ക് ചെയ്യാം. അവർ ഗ്രില്ല് ചെയ്തൊക്കെ തരും. പിന്നെ അവരുടെ യൂറോപ്യൻ സ്റ്റൈലിലുള്ള കുറേ ഹോട്ട് ഡോഗ്സും കുറേ സാൻഡ്വിച്ചുകളും ഒക്കെ ഉണ്ട്. പിന്നെ കുറേ ടൈപ്പ് മീൻ, അവരുടെ സാൽമൺ ഫിഷ് മാത്രമല്ല, നമ്മുടെ സാധാരണ മത്തിയൊക്കെ പോലത്തെ സാർഡൈനും പിന്നെ കുറേ ഈ സാൽമണും മറ്റേ മാന്തളൊക്കെ പോലത്തെ ഒരുപാട് മീനുകളൊക്കെ ഇങ്ങനെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് കണ്ട് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകണം. അവിടുത്തെ ശ്മശാനങ്ങൾ വരെ എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ. അങ്ങനെ ഫുള്ള് ഗാർഡനൊക്കെ ആക്കി വെച്ചേക്കാണ്. പിന്നെ നമ്മൾ കോപ്പൻഹേഗനിലേക്ക് പോകാൻ വേണ്ടി ഡെൻമാർക്കിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് കയറി. അവിടുത്തെ എയർപോർട്ടൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. ഞങ്ങൾക്ക് ബെർഗൻ എയർപോർട്ട് സെൽഫ് ചെക്ക് ഇൻ ചെയ്യൽ നിർബന്ധമായിരുന്നു കേട്ടോ. ചെക്ക് ഇൻ കൗണ്ടേഴ്സിലൊന്നും ആൾക്കാരില്ല. നമ്മൾ സെൽഫ് ചെക്ക് ഇൻ ചെയ്യാൻ നമ്മുടെ ലഗേജൊക്കെ നമ്മൾ തന്നെ സ്കാൻ ചെയ്തിട്ട് വിടണം. അങ്ങനെ ഞങ്ങൾ അവസാനം ഡെൻമാർക്കിലെത്തി. അങ്ങനെ ആ പുതിയൊരു എക്സ്പീരിയൻസ് ഒക്കെ പഠിച്ചു. സെൽഫ് ചെക്കിനും സെൽഫായിട്ട് ലഗേജ് ഡ്രോപ്പിങ്ങും ഒക്കെ പഠിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ലഗേജൊക്കെ നമ്മൾ ഈ ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിൽ കീപ്പ് ചെയ്തിട്ട് നമ്മൾ ഹോട്ടലിൽ കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ കോപ്പൻഹേഗൻ നഗരം കാണാൻ ഇറങ്ങി കേട്ടോ. കോപ്പൻഹേഗൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ബിൽഡിങ്സാണ്. നമ്മൾ ജർമ്മനിയിലും ഫ്രാൻസിലൊക്കെ പോയാലുണ്ടാവണ പോലെ നല്ല യെല്ലോ കളർ, എല്ലാം ഒരു യെല്ലോ കളറായിട്ടുള്ള ഒരു യൂണിഫോം തീമിലുള്ള ബിൽഡിങ്സാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സിറ്റിക്ക് കാണാൻ ഭയങ്കര ഒരു പ്രൗഡിയാണ്. ഈ യൂണിഫോം കളറിലുള്ള ബിൽഡിങ്സൊക്കെയാണ് ആ സ്ക്വയറിലുള്ളതെങ്കിലും ആ ഒരു കനാലുണ്ടല്ലോ, ഒരു കനാൽ ക്രൂയിസ് ഉണ്ട്, നമ്മുടെ വെനീസിലൊക്കെ ഉള്ള പോലത്തെ കനാൽ ക്രൂയിസ്. അതിൻ്റെ രണ്ട് സൈഡിലും ഫുള്ള് കളർഫുള്ളായിട്ടുള്ള ബിൽഡിങ്ങുകളാണ് കേട്ടോ. കണ്ടില്ലേ, റെഡ് ബ്ലൂ യെല്ലോ ഒക്കെ ആയിട്ട് മൾട്ടി കളേർഡായിട്ടുള്ള ബിൽഡിങ്ങുകൾ. അത് ഏകദേശം വെനീസിൻ്റെ അതേ ഫീല് കിട്ടാൻ വേണ്ടി അവരങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ ആ ബോട്ട് റൈഡിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒരുപാട് സ്ട്രീറ്റ് വെൻഡേഴ്സ് ഉണ്ട് കേട്ടോ. കുറേ ഇങ്ങനെ ബനാന ന്യൂട്രല്ല പാൻ കേക്കൊക്കെ ഉണ്ടാക്കുന്ന കുറേ ആൾക്കാരൊക്കെ കണ്ട് പരിചയപ്പെടുകയൊക്കെ ചെയ്തു കേട്ടോ. നമ്മുടെ തായ്ലൻഡിലും വിയറ്റ്നാമിലൊക്കെ പോയാലുണ്ടാവില്ലേ ഇങ്ങനെ കുറേ സ്ട്രീറ്റ് ഫുഡ്. ഈ ബനാന പാൻ കേക്ക്, ന്യൂട്രല്ല പാൻ കേക്ക് ശരിക്കും തായ്ലാൻഡിൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷാണ്. പിന്നെ കുറേ ഫ്രഷ് ജ്യൂസുകൾ വിൽക്കുന്ന സ്ഥലങ്ങൾ എല്ലായിടത്തും ഉണ്ട് ഈ പാൻ കേക്കുകൾ കേട്ടോ. പിന്നെ കുറേ നട്ട്സ്, നമ്മൾ കടല കുറിക്കുന്ന പോലെ കുറേ നട്ട്സൊക്കെ കിട്ടുന്ന ഷോപ്പുണ്ട്. കണ്ടോ, ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഉള്ളിൽ ബനാനയും ന്യൂട്രല്ലയൊക്കെ വെച്ച ഒരു സ്പെഷ്യൽ സാധനമാണ് കേട്ടോ ഈ ബനാന ന്യൂട്രല്ല പാൻ കേക്ക്. ഇത് കണ്ടോ, കുറേ ചെസ്നട്ട്സും വാൽനട്ട്സും ഒക്കെ നമ്മുടെ പീനട്ട് പോലെ ഇങ്ങനെ കുറിക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ റോസ്റ്റ് ചെയ്തിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ബോട്ട് റൈഡ് പോകാനുള്ള പരിപാടി കേട്ടോ. ഇങ്ങനെ ഫുള്ളൊരു കനാൽ കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട്. കനാലിൻ്റെ രണ്ട് സൈഡിലും കുറേ ബിൽഡിങ്സ്. അങ്ങനെ ബോട്ടിൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ബോട്ടിൽ കയറാൻ പോവാണ് കേട്ടോ. കുറേ പേരെ കൊള്ളുന്ന ഒരു ബോട്ടാണ്, കണ്ടില്ലേ, നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്, കുറച്ച് ഓപ്പൺ സ്പേസും കുറേയൊക്കെ ഉള്ളിലും ഇരിക്കാൻ പറ്റും കേട്ടോ. ചെറിയൊരു മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ട് മഴ പെയ്താലോ നേരിച്ച് ഒരുവിധം ആൾക്കാരൊക്കെ ഉള്ളിൽ തന്നെ ഇരുന്നു. ഞങ്ങൾ പുറത്ത് തന്നെ ഇരുന്നു കേട്ടോ. ഫുള്ള് കാഴ്ചയൊക്കെ കണ്ടു പോകാം, കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ നേരിച്ച് ആദ്യം തന്നെ പുറത്തുള്ള സ്ഥലം പിടിച്ചു. മോളൊക്കെ ഫുള്ള് ഗ്ലാസ്സാണ് കേട്ടോ. ആകാശവും അപ്പുറത്തെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടുകൊണ്ട് തന്നെ പോകാം നമുക്ക് ഉള്ളിലാണെങ്കിലും. അങ്ങനെ നമ്മുടെ ഒരു ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ ഉള്ള ഒരു ജേണിയാണ് കേട്ടോ, ബോട്ട് ജേണിയാണത്. സംഭവം നല്ല രസമായിരുന്നു. രണ്ട് സൈഡിലുള്ള ബിൽഡിങ്ങുകളൊക്കെ കണ്ടുകൊണ്ട് പോവാം. പിന്നെ ഒരു ഓഡിയോ ഗൈഡും ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഡാനിഷിലും ഫ്രഞ്ചിലും അങ്ങനെ 3-4 ലാംഗ്വേജ് ഓപ്ഷൻസൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ പോണ വഴിയുള്ള ബിൽഡിങ്ങുകളുടെയൊക്കെ ഹിസ്റ്ററിയും ഇവരുടെ ഡെൻമാർക്കിൻ്റെയും കോപ്പൻഹേഗൻ്റെയും ഒക്കെ ഹിസ്റ്ററിയൊക്കെ നമുക്ക് ഓഡിയോ ഗൈഡിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഒരു ഗൈഡ് പോലെ ഒരു പെൺകുട്ടിയും ഇതിനകത്തുണ്ട് കേട്ടോ. ഈ ബോട്ടിനകത്തുണ്ടാവും. അവരും കുറച്ച് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരും. നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അതൊക്കെ പറയും. അതുപോലെ ചില ബ്രിഡ്ജസൊക്കെ ഭയങ്കര താന്നിട്ടാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരോടും തല താഴ്ത്തി വെക്കാനും അങ്ങനെ മൈൻഡ് യുവർ ഹെഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ തന്നുകൊണ്ട് ഒരു സ്റ്റാഫുണ്ട് ബോട്ടിൽ, ഡ്രൈവറെ കൂടാതെ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേ ലോ ലൈങ് ആയിട്ടുള്ള ബ്രിഡ്ജസ് വരും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തല താഴ്ത്തിയിരിക്കണം. കുറച്ചൊരു ഇരുട്ടൊക്കെ ആവും. അതും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ ആദ്യമായിട്ടൊരു സീ പ്ലെയിന് കണ്ടു കേട്ടോ. കണ്ടോ, സീ പ്ലെയിൻ നമ്മുടെ ബോട്ടിൻ്റെ തൊട്ടപ്പുറത്ത് ആ ലേക്ക്, അതിൻ്റെ ഉള്ളിൽ തന്നെ ആ ലേക്കിൽ കൂടി ഇങ്ങനെ റൺവേ ആയിട്ട് ഇങ്ങനെ സീ പ്ലെയിൻ ഇങ്ങനെ ഓടുന്നതും അത് പൊങ്ങുന്നതും ഒക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ലൈഫിൽ ഒരു സീ പ്ലെയിൻ കാണുന്നത്. അങ്ങനെ ഒരു ചാൻസും കൂടി ഈ ബോട്ട് റൈഡിൻ്റെ കൂടെ തന്നെ കിട്ടി കേട്ടോ. കണ്ട കുറേ ആൾക്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങി നിന്ന് നല്ല കാറ്റൊക്കെ വന്ന് മഴയൊന്നും ഇല്ലാണ്ടായപ്പോൾ എല്ലാവരും സൈഡിൽ ഫുള്ള് ഇങ്ങനെ ഡെക്ക് പോലെയുണ്ട് ബോട്ടിൽ. നമുക്ക് വേണമെങ്കിൽ സൈഡിൽ നിന്നിട്ട് ഫുള്ള് കാഴ്ചയൊക്കെ കാണാം. ഈ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ മാത്രം ഉള്ളിലേക്ക് പോവുകയും ചെയ്യാം.
നല്ല ഭംഗിയുണ്ട് കേട്ടോ. വലിയ കുറേ കപ്പലുകളൊക്കെ സൈഡിൽ നമുക്ക് കാണുന്നുണ്ട്. വലിയ വലിയ കുറേ ബോട്ടുകളും. ഇത് കണ്ടിട്ടൊരു വാർഷിപ്പൊക്കെ പോലെയുണ്ട്. ഇവരുടെ എന്തോ ഈ ആർമി നേവിയുടെ എന്തോ ആണെന്ന് തോന്നുന്നു, നേവിയുടെ പ്രോപ്പർട്ടിയാണെന്ന് തോന്നുന്നു. അതുപോലെ ഒരു ബോട്ടൊക്കെ കണ്ടു. പിന്നെ കുറേ രണ്ട് സൈഡിലും കുറേ ബിൽഡിങ്ങുകളും. ഈ ബിൽഡിങ്ങുകളൊക്കെ കുറേ ഇവരുടേതായിട്ടുള്ള ഡെൻമാർക്കിൻ്റെ എന്തൊക്കെയാണെന്നുള്ളത് അവർ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഓഡിയോ ഗൈഡിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ ആ കനാൽ ക്രൂയിസ് കംപ്ലീറ്റ് ചെയ്തു. നല്ല ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. മഴയൊന്നും ഉണ്ടായില്ല, കാര്യമായിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല, വെയിലും ഉണ്ടായില്ല. അങ്ങനെ നല്ല ഒരു ക്ലൈമറ്റ് തന്നെ, നല്ല തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് തന്നെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി കേട്ടോ. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഡെൻമാർക്കിലാണ്, നാളെയും കൂടി ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിലാണ്. അങ്ങനെ ഇതോടുകൂടി നമ്മൾ ഈ സ്കാൻഡിനേവിയൻ ട്രിപ്പ് കഴിയുകയാണ്. കണ്ടില്ലേ, നല്ല മഞ്ഞ കളറുള്ള ബിൽഡിങ്ങുകൾ. അതിൻ്റെ അപ്പുറത്ത് കണ്ടോ വേറെ കളേഴ്സിൽ ഇങ്ങനെ പല പല മൾട്ടി കളേർഡായിട്ടുള്ള ബിൽഡിങ്ങും അതിൻ്റെ തൊട്ട് സൈഡിൽ ഒരു ലൈനായിട്ട് ഇങ്ങനെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചേക്കാണ്. ശരിക്കും ആ വെനീസിലേക്കുള്ള അതേ ഒരു പ്രതീതി ഇവരിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ ബോട്ട് ജേണി കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഫുഡ് സ്ട്രീറ്റാണ് കേട്ടോ. ഇവരുടെ ലോക്കലായിട്ടുള്ള ഫുഡ് സ്ട്രീറ്റ്. കുറേ ആളുകൾ ഇങ്ങനെ ബിയറും പിന്നെ എന്തെങ്കിലും ബർഗറോ സ്നാക്സോ ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു നല്ല ടൈം. ഇവരുടെ സമ്മറാണല്ലോ ഇവിടെ. ഈ സമ്മർ ടൈം തുടങ്ങിയതാണ് ഈ ഏപ്രിൽ മെയ്യിലൊക്കെ. അപ്പോൾ ഇങ്ങനെ എല്ലാവരുടെയും ഒരു പ്രകൃതമാണത്. ഉച്ചയ്ക്ക് ശേഷമായി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആൾക്കാരും അവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഓപ്പൺ സ്പേസിൽ ഇങ്ങനെ എന്തെങ്കിലും ബിയറോ സ്നാക്സോ ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കും. പിന്നെ ആ സ്ക്വയറിലുള്ള ഗാർഡനൊക്കെ നല്ല ഭംഗിയുണ്ട്. കുറേ ട്യൂലിപ്സൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ട്യൂലിപ്സൊക്കെ ഉണ്ട്. പിന്നെ ഇവരുടെ പാർലമെൻറ്റ് ഹൗസും അങ്ങനെ കുറേ കോമൺ ആയിട്ടുള്ള കുറേ ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയിലൊക്കെ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കുറേ ട്യൂലിപ്സും ഉണ്ട് കേട്ടോ. പിന്നെ കണ്ടോ റോളക്സിൻ്റെ വാച്ചിൻ്റെ കമ്പനിയൊക്കെ കണ്ടു. റോളക്സ് ഈ ഡെൻമാർക്ക്, മെയ്ഡ് ഇൻ ഡെൻമാർക്കാണെന്ന് എല്ലാവർക്കും അറിയുണ്ടാവും. അതിൻ്റെ കമ്പനിയൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ അവിടുത്തെ സൂപ്പർ മാർക്കറ്റൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി 1-2 മാളുകളിലൊക്കെ ഷോപ്പിങ്ങിന് കയറി. അവിടെ കുറേ മെക്ഡൊണാൾഡ്സും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇത് അവിടുത്തെ ഒരു വലിയ മാളിൽ നിന്ന് ഞങ്ങൾ ഈ ഡാനിഷ് പേസ്ട്രി ഭയങ്കര വേൾഡ് ഫേമസ് ആണല്ലോ. ഡെൻമാർക്കിൽ പോകുമ്പോൾ എന്തായാലും കഴിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു സാധനമാണ് ഈ ഡാനിഷ് പേസ്ട്രി. അത് പല ഫ്ലേവറിലുണ്ട് കേട്ടോ. ഇത് കണ്ട ഉള്ളിൽ കസ്റ്റാർഡ് ഫില്ലിംഗ് ഉള്ളതും വാനില ഫില്ലിങ്, ചോക്ലേറ്റ് ഫില്ലിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സിന്നാമൺ ഫില്ലിങ്ങും സിന്നാമൺ ചോക്ലേറ്റ് കോംബോ ആയിട്ടുള്ളതും അങ്ങനെ കുറേ ടൈപ്പ് ഡാനിഷ് പേസ്ട്രി കണ്ടു. അങ്ങനെ നമ്മൾ പേയ്മെൻറ്റൊക്കെ നമ്മൾ അവർക്ക് കാർഡ് കൊടുക്കുകയല്ല, നമ്മൾ തന്നെ കാർഡൊക്കെ സ്വൈപ്പ് ചെയ്ത് സ്വൈപ്പിംഗ് മെഷീനൊക്കെ പുറത്ത് ഇങ്ങനെ പബ്ലിക്കായി വെച്ചേക്കാം കേട്ടോ. നമ്മൾ അതൊക്കെ ചെയ്ത് നമ്മൾ പേയ്മെൻറ്റ് നടത്തി സാധനം വാങ്ങി പോരണം. അങ്ങനെ ഞങ്ങൾ കുറച്ച് സിന്നാമൺ വാനില കസ്റ്റാർഡൊക്കെ ഉള്ള ഒരു ഡാനിഷ് പേസ്ട്രി വാങ്ങി. സംഭവം നല്ല ക്രിസ്പിയും ടേസ്റ്റിയൊക്കെയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ആദ്യം വിചാരിച്ചിരുന്ന ഈ ഡാനിഷ് പേസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പേസ്ട്രിയൊക്കെ പോലെ ഒരു കേക്കിൻ്റെ ഒക്കെ ഒരു ടൈപ്പാണെന്ന് വിചാരിച്ചത്. ഇതങ്ങനെയല്ല, ബ്രെഡ് പോലെ ഒരു ഫ്രഷ്ലി ബേക്ക്ഡ് ആയിട്ടുള്ള ഒരു ഈ ഫ്ലേവേഴ്സൊക്കെ ആഡ് ചെയ്ത കസ്റ്റാർഡും വാനില ചോക്ലേറ്റൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഈ നമ്മുടെ ഒരു പഫ്സൊക്കെ പോലെയുള്ള ഒരു കൺസിസ്റ്റൻസി, ഫ്ലേക്കി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് ഈ സ്വീറ്റ് ആയിട്ടുള്ള ഫില്ലിങ്സൊക്കെ വെച്ചിട്ടുണ്ടാകും. സംഭവം നല്ല അടിപൊളിയാണ്. ഞങ്ങൾക്ക് പിറ്റേ ദിവസം നമ്മളെ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ ഡാനിഷ് പേസ്ട്രികളുണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയും ഫ്രഷ്ലി ബേക്ക്ഡ് ആയതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് കഴിച്ചതിനേക്കാൾ കൂടുതൽ മാളിൽ നിന്ന് കഴിച്ചതിനേക്കാളും ടേസ്റ്റി ആയിട്ട് നമുക്ക് ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ പറ്റി. കുറേ വെറൈറ്റി ഡാനിഷ് പേസ്ട്രികൾ. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് ഹോട്ടലിലേക്ക് പോകാൻ കേട്ടോ. നാളെയും കൂടി നമുക്ക് ഡെൻമാർക്കുള്ളൂ. അതോടുകൂടി നമ്മൾ തിരിച്ചു പോവുകയാണ്, നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. നമ്മൾ സ്കാൻഡിനേവിയൻ ട്രിപ്പ് നാളത്തോടു കൂടി തീരുകയാണ്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയിട്ടോ. ഹോട്ടലിൽ നിന്ന് നമ്മൾ വെറുതെ ഒന്ന് വൈകുന്നേരം ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് വളരെ അടുത്ത്, ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു കാസിലുണ്ടെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് ഒരു ഈവനിങ് വോക്ക് പോലെ നടക്കാമെന്ന് വിചാരിച്ച് നടന്നതാണ്. അപ്പോൾ കണ്ടോട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയുള്ളൊരു കാസിൽ. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇതിൻ്റെ പേരാണ് ഫ്രെഡറിക്സ്ബർഗ് കാസിൽ എന്ന് പറഞ്ഞൊരു കാസിലാണ്. ഡയാന രാജകുമാരിയൊക്കെ ഇതിൽ കുറേ വർക്കുകളൊക്കെ ഇതിൽ കാസലിൻ്റെ കുറേ മോഡിഫിക്കേഷൻസൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇതൊരുപാട് പഴയ ഒരു കാസലാണ്, കുറേ വർഷങ്ങളായി. ഏകദേശം 1600s കിങ് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ ഒരാൾ, കിങ് ക്രിസ്ത്യൻ 4 എന്ന് പറഞ്ഞ ഒരു കിങ് 1600കളിൽ ഉണ്ടാക്കിയ ഒരു കാസലാണ് ഈ ഫ്രെഡറിക്സ്ബർഗ് കാസൽ. ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ, ഒരു നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം. ഈ റോയൽ ഫാമിലീസ് യൂസ് ചെയ്തിരുന്ന ഡ്രസ്സുകളും സാധനങ്ങളും എല്ലാം വെച്ചിട്ടുള്ള ഒരു മ്യൂസിയം ഉണ്ട്. പിന്നെ ഒരു ചാപ്പലുണ്ട്, ഒരു ചെറിയ ചർച്ച് പോലത്തെ ഒരു ചാപ്പലും, ഒരു ലേക്കുണ്ട്, പിന്നെ നല്ല ഭംഗിയുള്ളൊരു ഗാർഡൻ. ഇതൊക്കെയാണ് ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങളത് ഫുള്ള് കറങ്ങി കണ്ടു. അപ്പോൾ ഡയാന ഇതിലെ കുറേ സാധനങ്ങൾക്കും ഇതിനുള്ളിലുള്ള കുറേ പ്രതിമകളും കുറേ എൻട്രികൾക്കൊക്കെ റിനോവേഷൻ നടത്തിയതും അതിൻ്റെ ആ വർഷങ്ങളും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നടുക്ക് ഇങ്ങനെ ഒരു ഫൗണ്ടെയിനും
ഇങ്ങനെ ബിൽഡിങ്സ് ആയിട്ട് ഒരു നടുമുറ്റം പോലെ അതിൻ്റെ ചുറ്റുഭാഗത്തും ഫുള്ള് ഇങ്ങനെ കാസിൽസ്, ഫുള്ള് ബ്രിക്സ് കൊണ്ടുണ്ടാക്കിയ കാസിൽസ് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കാണാൻ. ഫോട്ടോസിനൊക്കെ ഭയങ്കര ലുക്കുള്ള, ഇത്ര ഭംഗിയുള്ളൊരു കാസിൽ നമ്മൾ യൂറോപ്പിൽ എവിടെ പോയിട്ടും കണ്ടിട്ടില്ല. അങ്ങനെ നമ്മൾ വെറുതെ നടക്കാൻ പോയിക്കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാസിൽ ഡിസ്കവർ ചെയ്ത സന്തോഷത്തിലായിരുന്നു ഞങ്ങളെല്ലാവരും. ഇങ്ങനെ ഫുള്ള് അതിൻ്റെ ഉള്ളിൽ കൂടി നടക്കും. ശരിക്കും എത്ര നേരം വേണമെങ്കിലും നമുക്ക് അവിടെ ചിലവഴിക്കാം, അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലം. ഈ കുറച്ചും കൂടി ആ കാസിലുകൾ കഴിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലേക്ക് കാണാം. പിന്നെ നല്ല ഭംഗിയുള്ളൊരു ഗാർഡനും, അത് വലിയൊരു ഗാർഡൻ, ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഗാർഡനാണ്. ഈ ഗാർഡൻ്റെ പേര് ബറോക്ക് ഗാർഡൻ എന്നാണ് കേട്ടോ. ഭയങ്കര വലിയൊരു ഗാർഡനാണ്. രണ്ട് സൈഡിലും ഇങ്ങനെ നീളത്തിൽ മരങ്ങൾ ഇങ്ങനെ ഒരു ലൈനായിട്ട് കുഴിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് ലേക്കും, അതിൻ്റെ ഒരു സൈഡിൽ ഫുള്ള് ലോണ് പോലെ കംപ്ലീറ്റ് നല്ല ഗ്രീനറി ആയിട്ടുള്ള ലോണുകൾ. പിന്നെ ബാക്കിൽ ഫുള്ള് ഇങ്ങനെ കാട് പോലെ വലിയ വലിയ മരങ്ങളും. ആ വഴിയിലൊക്കെ ഇങ്ങനെ നീണ്ട വഴിയിലിങ്ങനെ നടക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇത്ര സമയം വേണമെങ്കിൽ നമുക്കിവിടെ ആ ലേക്കിൽ നിറയെ അരയന്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെയൊക്കെ നോക്കി നല്ല കാറ്റും തണുപ്പും ഒക്കെ കൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റും. അങ്ങനെ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ കാസിൽ വിസിറ്റ്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് വളരെ വാക്കബിൾ ഡിസ്റ്റൻസിൽ 1 കിലോമീറ്ററിന് താഴെ ഇരുന്നത്. ഇങ്ങനെ കണ്ടോ കുറേ നമ്മൾ ഈ വെർസാലിസ് ഗാർഡനൊക്കെ അല്ലേ നമ്മൾ പാരീസിലൊക്കെ പോകുമ്പോൾ ഏകദേശം അതിനോടൊക്കെ സിമിലർ ആയിട്ടുള്ള ഒരു ഗാർഡനായിരുന്നു കേട്ടോ അത്. സൈഡിൽ കുറേ ട്യൂലിപ്സും വരിയായിട്ട് ട്യൂലിപ്സും കുഴിച്ചിട്ടിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഇതിന് പ്രത്യേകിച്ച് എൻട്രി ഫീ ഒന്നുമില്ല, ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് എല്ലാവർക്കും എൻട്രി ചെയ്യാം. ആ ലേക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു കാസിലൊക്കെ കണ്ടോ, ഇങ്ങനെ ഭയങ്കര ഫോട്ടോജനിക്കും വീഡിയോ ഒക്കെ എടുക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ കാസിലിൽ ഒരു 2-3 മണിക്കൂർ ചിലവഴിച്ചു. അങ്ങനെ ഇപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം രാത്രി ഒരു 8-9 മണിയായി. ഇപ്പോഴും ഇവിടെ സൺസെറ്റ് ഇല്ല. സൺസെറ്റ് ഒരു 9:45 10 മണിയൊക്കെ ആവാൻ നേരത്ത് മാത്രമേ സൺസെറ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ സൺസെറ്റിങ്ങിന് ഒരുപാട് ലേറ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖമായിട്ട് രാത്രി 10 മണി വരെയൊക്കെ ഉറങ്ങുമൊന്നും വേണ്ട, ഹോട്ടലിലൊന്നും കയറാണ്ട, ഫുള്ള് കറങ്ങി നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരുപാട് ഡേ ടൈം കിട്ടുന്നതുകൊണ്ട് തന്നെ അത് വലിയൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഒരു 6 മണി 5 മണി ആയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പരിപാടിയും നിർത്തി ഹോട്ടലിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ നമ്മൾ രാത്രി ഏകദേശം ഒരു 9:30 വരെയൊക്കെ ഫുള്ള് ഈ ഗാർഡനിലൂടെ കറങ്ങി നടന്നു. നല്ല ഭംഗിയുള്ള ട്യൂലിപ്പുകൾ കണ്ടില്ലേ, പേർപ്പിളും ഓറഞ്ചും അങ്ങനെ വൈറ്റും പിങ്കും മിക്സഡ് ആയിട്ടുള്ള കളേഴ്സൊക്കെ ഇട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്യൂലിപ്പുകൾ ആ ഗാർഡനിൽ ഇങ്ങനെ ബോർഡർ ഇട്ട പോലെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ പൈൻ മരങ്ങളൊക്കെ പോലെ ഇങ്ങനെ കൂർത്ത ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയ കുറേ ചെടികളും അതിൻ്റെ ഇടയിൽ കൂടി കുറേ ട്യൂലിപ്സും, എന്ത് ഭംഗിയാന്ന് നോക്കും കണ്ട. അങ്ങനെ പിങ്കും ഒരു യെല്ലോയും ഒക്കെ ഇങ്ങനെ മിക്സഡ് ആയിട്ടുള്ള ട്യൂലിപ്സൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ്. നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ഗാർഡൻ കാണാൻ. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ കറങ്ങി പല പല കളറിലുള്ള കുറേ ട്യൂലിപ്സും പൂക്കളും ഒക്കെ കണ്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ഇന്ന് നമ്മൾ ഹോട്ടലിൽ തന്നെ പോയി കിടക്കും. പിന്നെ രാവിലെ നമുക്ക് വീണ്ടും ഒന്ന് ഈ ഗാർഡൻ ഒന്ന് കാണാൻ വരാമെന്നുള്ളൊരു പ്ലാനുണ്ട്. പോകുന്നതിന് മുമ്പ് നാളെ നമ്മൾ ബാക്കിയുള്ള ലാസ്റ്റ് ഡേ ആണ് നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ. കോപ്പൻഹേഗനിലെ മെർമെയ്ഡ് ബീച്ചൊക്കെ കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞങ്ങൾ ഇന്നും കൂടി നമുക്ക് ഈ ഗാർഡൻ ഒന്നും കൂടി രാവിലെയും കൂടി വന്ന് കറങ്ങണം എന്നൊരു പ്ലാനിൽ ഞങ്ങൾ മോർണിംഗിൽ തന്നെ ഇപ്പോൾ വീണ്ടും വന്നതാണ് കേട്ടോ. കണ്ടോ രാവിലെ ഇങ്ങനെ നല്ല തെളിഞ്ഞ ആകാശമൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും ആ കാസിലൊന്ന് കണ്ടു. അങ്ങനെ അതിന് ശേഷം നമ്മൾ വീണ്ടും മെർമെയ്ഡ് ബീച്ചിലേക്ക് പോവുകയാണ്. നമ്മൾ ബസ്സൊക്കെ വന്ന് നമ്മൾ സിറ്റി ടൂറിന് വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ സിറ്റി ടൂറാണ് ഇന്നത്തെ പരിപാടി. കുറച്ച് മ്യൂസിയങ്ങൾ, നാഷണൽ മ്യൂസിയം കാണുന്നുണ്ട്, പിന്നെ ഒരു പാലസ് കാണുന്നുണ്ട്, അങ്ങനെ കുറച്ച് പാർലമെൻറ്റ് ഹൗസൊക്കെ പോലത്തെ കുറച്ച് മോണ്യുമെൻറ്റ്സും ഒരു ബീച്ചും ഒക്കെ കാണാനാണ് കേട്ടോ ഇന്ന് പരിപാടി. അങ്ങനെ നമ്മൾ ടൗണ് ഫുള്ള് നമുക്ക് ഗൈഡ് ഇങ്ങനെ കാണിച്ചു തന്നു. ഇവിടെ കുറച്ചും കൂടി നല്ല ഭംഗിയുള്ള വീടുകളൊക്കെ കാണാൻ പറ്റി കേട്ടോ. കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള കണ്ട വലിയ വലിയ ബിൽഡിങ്സും കുറച്ച് നല്ല ഭംഗിയുള്ള കുറേ വീടുകളൊക്കെ പോണ വഴിയൊക്കെ കണ്ടു. ഇവിടെ അത് ഏകദേശമൊക്കെ ഒരു പിങ്ക് ആയിട്ടുള്ള ഒരു സ്റ്റോണിൻ്റെ തീമിലാണ് കേട്ടോ. അധികം ബിൽഡിങ്സും യെല്ലോയും സ്റ്റോണിൻ്റെ തീമിലൊക്കെയാണ്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ഒരു പാലസാണ് കേട്ടോ. പിന്നെ നമുക്കൊരു നാഷണൽ മ്യൂസിയം കണ്ടു. അങ്ങനെ ഒരു സ്ക്വയർ ഉണ്ട്, അതിൻ്റെ ചുറ്റും ഇങ്ങനെ കുറേ ബിൽഡിങ്സ് ആയിട്ട് ഒക്കെ ഇങ്ങനെ കാണാൻ ഒരു യൂണിഫോം ആയിട്ടുള്ള ആർക്കിടെക്ചറാണ്. ഇതാണ് അങ്ങനെ ആ ക്രിസ്റ്റെയിൻബർഗ് പാലസ്. ആ പാലസിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കയറി കണ്ടു. ഇങ്ങനെ കുറേ പഴയ മോഡൽ കുറേ ഗ്രാനൈറ്റിലും മാർബിളിലും ഒക്കെയാണ് അതിൻ്റെ ഫ്ലോറൊക്കെ ഫുള്ള്. ഈ ക്രിസ്റ്റ്യൻസ്ബർഗ് പാലസ് അങ്ങനെ അതൊക്കെ ഫുള്ള് കയറി കണ്ടില്ലേ. ഇങ്ങനെ പഴയ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള നല്ല ഭംഗിയുള്ള കുറേ റൂഫിലൊക്കെ കുറേ വർക്കൊക്കെ ആയിട്ട് കുറേ സ്റ്റാച്യൂസും ഒക്കെ ഉള്ള ഒരു പാലസായിരുന്നു കേട്ടോ അത്. അങ്ങനെ അതിൻ്റെ ആ എൻട്രി ഏരിയയും കുറച്ച് ഏരിയകളൊക്കെ നമ്മൾ കണ്ട് നമ്മൾ പിന്നെ നമ്മുടെ സിറ്റി ടൂർ കണ്ടിന്യൂ ചെയ്ത് കംപ്ലീറ്റ്ലി ഒന്നും കാണാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചൊക്കെ അതിൻ്റെ എൻട്രിയും കുറച്ച് ഏരിയാസൊക്കെ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നാഷണൽ മ്യൂസിയം കണ്ടു.
പിന്നെ നമ്മൾക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റോപ്പുകളുണ്ടായിരുന്നു കേട്ടോ. ഓരോ സ്റ്റോപ്പിലും കുറച്ച് ഫോട്ടോ പോയിൻറ്റ്സ് ആയിട്ട് കുറച്ച് ഭംഗിയുള്ള ബിൽഡിങ്സും ഗാർഡൻസും അങ്ങനത്തെ കുറേ ഏരിയാസിലൊക്കെ ഇവർ ബസ് നിർത്തി ഗൈഡ് നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ആയിട്ട് എല്ലായിടത്തും നമുക്ക് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഒരു ബ്രിഡ്ജിൻ്റെയൊക്കെ മുകൾ ഭാഗത്തെത്തി. അപ്പോൾ നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ രാവിലെ പോയ ആ ഒരു കനാൽ ക്രൂയിസിലെ നൈഹാവനിലെ നമ്മൾ വെനീസ് പോലത്തെ ഉള്ള ആ ബോട്ട് ട്രിപ്പ് ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് നോക്കിയാൽ കാണാം കേട്ടോ. നമ്മൾ രാവിലെ പോയ ആ ബോട്ട് ജേണി ഇങ്ങനെ നല്ല ഭംഗിയിൽ കാണാൻ പറ്റിയിട്ട് ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ അപ്സൈഡ് വ്യൂ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ആ മർമെയ്ഡ് ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ മർമെയ്ഡ് ബീച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ ബോട്ടുകളും കുറേ ഷിപ്പുകളൊക്കെ ഒന്നായിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഒരു നെയ്ക്കഡായിട്ടുള്ള ഒരു മർമെയ്ഡിൻ്റെ പ്രതിമയുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ ഫുള്ള് ഗ്രീനറിയും ഗാർഡനും ഒക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കുറേ പച്ചപ്പ് ഉള്ള കുറേ മരങ്ങളും ഒരു സൈഡിൽ ഫുള്ള് ഇങ്ങനെ കുറേ ലോണ് പോലെയൊക്കെ ഉണ്ട് കണ്ടോ. ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ കറക്റ്റ് ഒരുപാട് നിരനിരയായിട്ട് ഇങ്ങനെ നിർത്തിയിട്ടേക്കാണ്. പിന്നെ ഒരു ചെറിയ മർമെയ്ഡിൻ്റെ ഒരു പ്രതിമ ഒരു കല്ലിൻ്റെ മുകളിലുണ്ട് കേട്ടോ. നെയ്ക്കഡായിട്ടുള്ള ഒരു കുട്ടി മർമെയ്ഡിൻ്റെ പ്രതിമ. അങ്ങനെയാണ് അതിന് മർമെയ്ഡ് ബീച്ചിന് പേര് വന്നിട്ടുള്ളത്. അതിൻ്റെ സൈഡിൽ തന്നെ കുറേ ഗാർഡനൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ആ ബീച്ചും കൂടി കണ്ടിട്ട് നമ്മൾ ബാക്കി കോപ്പൻഹേഗൻ സിറ്റി ടൂർ കണ്ടിന്യൂ ചെയ്യാൻ കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫോട്ടോ സ്പോട്ട്സ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേ ഗാർഡൻസ് ഉള്ള സ്ഥലങ്ങൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ ചെറിയൊരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് ഒക്കെ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി നിർത്തി കണ്ടോ. നല്ല ഭംഗിയുള്ളൊരു ഗാർഡൻ ഫുള്ള് ഇങ്ങനെ വലിയ വലിയ മരങ്ങൾ ഇങ്ങനെ ചെറിയ പച്ചപ്പിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ അവിടെ നിന്നൊക്കെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ ഇന്നത്തെ സിറ്റി ടൂർ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. അങ്ങനെ ഇന്നത്തോടു കൂടി നമ്മൾ നാളെയും കൂടിയേ ഉള്ളൂ. ഇന്ന് നൈറ്റ് നമ്മൾ ഇവിടെ തന്നെയാണ് സ്റ്റേ ആണ്, കോപ്പൻഹേഗനിലാണ്. നാളെ നമ്മൾ ഇവിടുത്തെ ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള കാൾസ്റ്റഡ് വൈൻ ബ്രൂവറി കാണുന്നുണ്ട്. വൈൻ ഉണ്ടാക്കുന്ന സ്ഥലവും ഇവിടെ ഫ്രീ ആയിട്ടുള്ള പല ടൈപ്പിലുള്ള വൈൻ ടേസ്റ്റിങ്ങും അതൊക്കെയാണ് പരിപാടി. അതോടുകൂടി നമ്മൾ ഈ സ്കാൻഡിനേവിയൻ ട്രിപ്പ് അവസാനിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഈ വൈൻ ബ്രൂവറിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.